പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഓട്സ് കൊണ്ടുള്ള ഒരു ഓംലെറ്റാണ് തയ്യാറാക്കുന്നത്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിയണ്ട, കുറച്ച് തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുത്താലും മതി. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് കുതിർന്ന് വരുമ്പോഴേക്കും ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ തക്കാളി കുരു കളഞ്ഞിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം, ബ്രൊക്കോളി, ചീര, മഷ്റൂം ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആദ്യം കുതിർത്ത് വെച്ച ഓട്സിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ചൂടായാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ തയ്യാറാക്കി വെച്ച ഓട്സ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്